പുത്തൻ തിരുവാതിരയെക്കുറിച്ചും ദശപുഷ്പത്തെക്കുറിച്ചും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞങ്ങളുടെ പുത്തിരുവാതിര ആഘോഷം തൊട്ടപ്പുറത്തെ മഠത്തിലുണ്ടെന്നും പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പോയ വീഡിയോയാണ് ഇന്ന്. ഇത് കണ്ടോ, എട്ടങ്ങാടിയാണ് ഇത്. എട്ടങ്ങാടി എല്ലാവർക്കും നേദിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്. വലിയ വാർപ്പിനകത്ത് ഒരുപാട് പേര് ഉണ്ടല്ലോ. പൂത്തിരുവാതിര ആകുമ്പോൾ നമ്മൾ വേളി കഴിഞ്ഞ് ആദ്യത്തെ തിരുവാതിരയ്ക്കാണ് പൂത്തിരുവാതിര എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ പൂത്തിരുവാതിര എല്ലാവരെയും വിളിച്ച് ഭയങ്കര ആഘോഷമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിന് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും നമ്മൾ വേണം നേദിക്കാനായിട്ടുള്ള എട്ടങ്ങാടി, വെറ്റ, കരിക്ക് ഇതെല്ലാം കൊടുക്കാൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് എട്ടങ്ങാടി. അപ്പം എട്ടങ്ങാടിയൊക്കെ ഉണ്ടാക്കുന്ന വിശദമായിട്ടുള്ള വീഡിയോ വേണം, അത് ഞാൻ പിന്നീടിടാം. ഇപ്പം അതിന് വേണ്ടി എല്ലാവർക്കും നേദിക്കാനുള്ള എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. ചേടിയൊക്കെ കണ്ടോ, നല്ല അടിപൊളി ചേടിയാണ്. അപ്പോൾ ഒരു സമയം 5 പേർക്കിരുന്ന് നേദിക്കത്തക്ക രീതിയിലാണ് അവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. കാര്യം ഇത്രയും പേരില്ലേ, അപ്പോൾ പെട്ടെന്ന് തീരണ്ടേ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരുവാതിരയും കളിച്ചിട്ട് 12 മണിയാകുമ്പോഴത്തേക്ക് പാതിരാപ്പൂ ചൂടാനും ഒക്കെ പോവുകയൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി ഇതാണ് നമ്മുടെ വേളിപ്പെണ്ണ്, അതിൻ്റെയാണ് പൂത്തിരുവാതിര. വിളക്ക് പിടിച്ചിരിക്കുന്നത് സ്നേഹ അനന്തു എന്ന് പറഞ്ഞ് ഞാനൊരു വെഡ്ഡിങ് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിലെ സ്നേഹയാണത്. വിളക്കും കൊണ്ട് ഇറങ്ങുവാണ്. ചടങ്ങുകളെല്ലാം തുടങ്ങി അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് അകത്തുനിന്ന് വിളക്ക് കത്തിച്ച് അഷ്ടമംഗല്യവും വിളക്കും ഒക്കെ ആയിട്ട് ഇറങ്ങി വന്ന് ഒരുക്കി വെച്ചിരിക്കുന്നിടത്തോട്ട് വന്നിരുന്ന് ഇനി ആദ്യം പൂത്തിരുവാതിരക്കാരി വേണം നേദിച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ഒത്തിരി പേരുള്ളതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി 5 പേരിരിക്കുന്ന രീതിയിലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒന്ന് നേദിക്കാൻ അറിയണമെന്നില്ലല്ലോ, ഒരുപാട് പേർക്കുണ്ട് അറിയാത്തത്. അപ്പോൾ അറിയാവുന്ന ഒരാൾ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരും. ഞങ്ങൾക്കെല്ലാം ലീല ചേച്ചിയാണ് പറഞ്ഞു തന്നത്. അതായത് ഈ കുട്ടിയുടെ, നമ്മുടെ പൂത്തിരുവാതിരക്കാരുടെ പേരമ്മ, അതാണ് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നത്. തെറ്റാൻ പാടില്ല. അതുകൊണ്ട് നല്ലപോലെ അറിയാവുന്ന ഒരാൾ പറഞ്ഞു തന്ന് അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഗണപതിക്ക്, മഹാവിഷ്ണുവിന്, ശിവന്, പാർവതിക്ക്, ഇങ്ങനെ 4 പേർക്ക് നേദിക്കുന്നത്. അപ്പോൾ അതിന് കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഇരുന്ന് അവർ പറഞ്ഞു തരുന്നതനുസരിച്ച് എല്ലാം ചെയ്യണം. അപ്പം സ്നേഹ നേദിക്കാനായിട്ട് ഇരുന്നു. വിളക്കെല്ലാം കത്തിച്ചു. ആദ്യത്തെ വിളക്ക് സ്നേഹ തന്നെ കത്തിച്ചു. ബാക്കിയെല്ലാം ഇത് സ്നേഹയുടെ അമ്മയാണ്, അനന്തുവിൻ്റെ അമ്മ. അങ്ങനെ എല്ലാം തുടങ്ങുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും ഇരുന്നു. അപ്പം നമ്മുടെ ബിന്ദു ആദ്യത്തെ ഇതിൽ തന്നെ ഞങ്ങൾ നേരത്തെ ഒരുങ്ങി ചെന്നായിരുന്നു. ഞങ്ങൾ 5:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുങ്ങി ചെന്നു. അപ്പോൾ ആദ്യം അവളിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ അടുത്ത 2ാമത്തെ പ്രാവശ്യം ഞാനും ഇരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കാര്യം എല്ലാം കൃത്യമായിട്ട് ലീല ചേച്ചി പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്കൊരു പേടിയും വേണ്ട. ചേച്ചി പറയുന്ന കേട്ടനുസരിച്ച് അതുപോലെ അങ്ങ് ചെയ്തേച്ചാൽ മതി. എല്ലാ ഇലയൊക്കെ മുറിച്ച് വെച്ച് നമ്മൾ ഈ 4 പേർക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എട്ടങ്ങാടി നേദിക്കണം. അത് കഴിഞ്ഞ് വെറ്റ നേദിക്കണം, കരിക്ക്, ഇങ്ങനെ ഓരോന്നായിട്ട് നേദിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇരിക്കുന്നവർ വേണം നമ്മൾ ഭഗവാന്മാരെ, ദേവീദേവന്മാരെയൊക്കെ ആവാഹിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തണമല്ലോ. അപ്പോൾ ആദ്യം ഇരിക്കുന്നവരാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇരിക്കുന്നവർക്ക് കുറച്ച് ജോലി കൂടുതലായിരുന്നു. നമുക്കൊക്കെ 2ാമത് ഇരിക്കുന്ന പിന്നെ വന്നിരിക്കുന്നവർക്കെല്ലാം വന്നിരുന്ന് നേദിച്ചാൽ മതിയല്ലോ. അപ്പോൾ ആദ്യം ഇരിക്കുന്നവർക്ക് തീർത്ഥം ഉണ്ടാക്കണം, ആവാഹിക്കണം, ഭഗവാന്മാരെ, ദേവീദേവന്മാരെ അവിടെ കൊണ്ടിരുത്തണം. ഇങ്ങനത്തെ കുറച്ച് ജോലികളുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുക ഇപ്പോൾ അവർ. ബിന്ദുവിന് പിന്നെ അറിയാം കേട്ടോ, അതുകൊണ്ട് അവൾക്ക് എളുപ്പമുണ്ട്. പിന്നെ തെറ്റാതിരിക്കാൻ ചേച്ചി പറയുന്നതും കൂടെ കേൾക്കുമ്പോൾ 2 പേരാകുമ്പം അതനുസരിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നേദിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഈ നേദ്യം എല്ലാം കഴിഞ്ഞിട്ട് വേണം തിരുവാതിര കളിക്കാനായിട്ട്. പിന്നെ ദശപുഷ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ദശപുഷ്പം ഏതൊക്കെയാണെന്ന് കാണിക്കാവുന്ന, അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാതിരാപ്പൂ ചൂടുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ വെളുപ്പിനെ വരെ 3 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. തിരുവാതിര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ ഒരു ഏരിയക്കാർക്ക് ഭയങ്കര ആഘോഷമാക്കണം. എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ്. 3 മണിയായിട്ട് ആർക്കും ഉറക്കമില്ല. കളി നിർത്താനും മനസ്സില്ലായിരുന്നു. പിന്നെ അങ്ങ് പോയെന്നേ ഉള്ളൂ.
ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ തിരുവാതിര തുടങ്ങുമായിരുന്നു. എത്ര തിരക്കാണെങ്കിലും നേരത്തെ തുടങ്ങുമായിരുന്നു. എൻ്റെ മാളുക്കുട്ടിയുണ്ടോ, ഭയങ്കര ഉത്സാഹത്തിൽ അവൾ നിൽക്കുമായിരുന്നു. ഉണ്ടോ, നല്ല സെറ്റ് ഉടുപ്പൊക്കെ ഇട്ട് വന്ന് നിന്ന് അവൾക്കിതൊക്കെ കാണുന്ന അതിശയ കാര്യം. അവൾക്ക് അറിയാനായത് പിന്നെ ഇങ്ങനെ ഇത്രയും ഒരുപാട് പേരൊക്കെ വന്നുള്ള തിരുവാതിര ആദ്യമായിട്ടായിരുന്നു. എനിക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ടോ, ഞാൻ വീഡിയോ എടുക്കും. അവൾ വിചാരിച്ച് അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് പേരമ്മ ഫോൺ ഓണാക്കിയാണെന്നും പറഞ്ഞ് നിന്ന് തന്നു. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർക്കെല്ലാം തിരുവാതിര ഭയങ്കര ഉത്സാഹമായിരുന്നു. അവരൊക്കെ തിരുവാതിര കളിക്കുന്നുണ്ട്. അപ്പം നമുക്കതെല്ലാം കാണാം. അപ്പം ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ ഒരുപാട് നേരത്തെ തുടങ്ങുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു 10 ദിവസം മുമ്പെയൊക്കെ തന്നെ ഞങ്ങൾ കളിക്കുമായിരുന്നു. അമ്മമാരൊക്കെ നേരത്തെ ജോലിയൊക്കെ തീർത്തിട്ട് ഒരു 7 മണി, സന്ധ്യ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആകുമ്പം എവിടെയെങ്കിലും ഒരു മഠത്തിൽ എല്ലാവരും കൂടെ കൂടും. എന്നിട്ട് കുറേ സമയം 10 മണി വരെയൊക്കെ ഞങ്ങൾ കളിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പം ഇത്രയും ദിവസത്തേക്ക് നമ്മൾ അവസാന ദിവസം കളിക്കാനുള്ളത് പഠിക്കുകയും ചെയ്യും. പിന്നെ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് തിരുവാതിര ആഘോഷിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കുറേ നാളിന് ശേഷം ഇത്രയും സമയം ഞങ്ങൾ ഉറക്കളച്ച് തിരുവാതിര കളിക്കുന്ന, ഒരു ശകല സമയം പോലും വെറുതെ കളയാതെ എപ്പോഴും തിരുവാതിര കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പം ഞാൻ എല്ലാ തിരുവാതിരയും ഒരു ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വലിയ സ്റ്റെപ്പും കാര്യങ്ങളും ഭയങ്കര കുമ്മിയടിയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സാധാരണ സ്റ്റെപ്പുകളൊക്കെ ഉള്ളൂ. കാരണം അതൊക്കെ നമുക്ക് പറ്റൂ. കാര്യം ആരും പഠിച്ചിട്ടൊന്നും അങ്ങനെ വരുന്നവരല്ലല്ലോ. പിന്നെ അതുപോലെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളും ഒന്നുമില്ല. കാര്യം എല്ലാവരും കാണുന്നത് തന്നെ ഈ തിരുവാതിര തുടങ്ങുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറേ പണ്ട് തൊട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പുകളൊക്കെ തന്നെ, സിമ്പിളായിട്ടുള്ള കുറേ സ്റ്റെപ്പുകളൊക്കെയാണ് ഉള്ളത് ഞങ്ങൾക്ക്. അപ്പം വേണ്ട ആദ്യത്തെ ട്രിപ്പ് എണീറ്റു, രണ്ടാമത് വേണ്ടേ ഞാൻ നേദിക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് ബിന്ദു എടുത്തു തന്നു, ഞാൻ നേദിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു തന്നു അവൾ. എനിക്ക് ആ ചേടി വരച്ചതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുണ്ട്, നല്ല ഒരേപോലെ ചേടി വരച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു, ആ ചേടി വരച്ചേക്കുന്നതിൻ്റെ ഭംഗി. പിന്നെ ഇങ്ങനെ ഓരോ ടീമായിട്ട് 5 പേര് വീതം ഇരുന്നിരുന്ന് അധികം ഒരു 1.5-2 മണിക്കൂർ എടുത്തു എല്ലാവരും ചെയ്ത് കഴിയാനായിട്ട്. കാര്യം ഈ പറഞ്ഞു തന്ന് ചെയ്യുമ്പം കുറച്ചുകൂടെ സമയം വേണമല്ലോ. അറിയാമെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീരും. അപ്പോൾ പറഞ്ഞു തന്ന് എല്ലാം തെറ്റാതെല്ലാം പറഞ്ഞു തന്ന് ചെയ്യിക്കണ്ടേ. അപ്പോൾ അതിൻ്റേതായ സമയമെടുത്ത് ഞങ്ങളെല്ലാവരും നേദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമ്മൾ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേദിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ആഹാരം കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ അറിയാമല്ലോ, നൊയമ്പുള്ളവർക്ക് അരി ആഹാരം കഴിക്കരുത്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ നേദിച്ച് കഴിഞ്ഞ് ഗണപതി സരസ്വതിയും പാടിയത് കളിച്ച് 1-2 കളി കളിച്ചതിന് ശേഷമേ നമ്മൾ അത്താഴം കഴിക്കാവുള്ളൂ. അപ്പം പിന്നെ നമുക്ക് എട്ടങ്ങാടിയൊക്കെ കഴിക്കാം. നമ്മൾ എട്ടങ്ങാടി ഉണ്ടാക്കിയത് ആദ്യം കാണിച്ചില്ലേ. അതിനകത്ത് ചേമ്പ്, ചേന, കാച്ചിൽ, കിഴങ്ങ്, കൂർക്ക, ഏത്തക്കായ, വൻപയർ ഇതെല്ലാം കൂടി ഇട്ട്, പിന്നെ വേവിക്കാത്ത ഏത്തക്കായ ഉണ്ടല്ലോ അത്, പിന്നെ അതും ചേർത്ത് ശർക്കര പാവാക്കിയിട്ട് അതിൽ വരട്ടിയെടുക്കണം. അതിന് മുമ്പ് തന്നെ നമ്മളിതെല്ലാം ചുട്ടെടുക്കണം. ഈ സാധനങ്ങളെല്ലാം, കായും ചേമ്പും കിഴങ്ങും കാച്ചിലും എല്ലാം രാവിലെ ഉമി ഇട്ട് പുകയാക്കി അതിനകത്ത് നമ്മൾ ചുട്ടെടുക്കും. അങ്ങനെ അതുള്ളത്. അപ്പോൾ ഞാൻ ഇട്ടങ്ങാടിയുടെ വീഡിയോ വിശദമായിട്ടിടാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാം. അപ്പം ആ എട്ടങ്ങാടിയൊക്കെ കഴിക്കാം. പിന്നെ എട്ടങ്ങാടി അങ്ങനെ വലിയ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും എടുക്കുന്നതിന്, ഇങ്ങനെ നേദിക്കാനായിട്ട് എടുക്കുന്നതിന് വേണ്ടി ഓരോരുത്തരുടെയും സൗകര്യാർത്ഥം നമ്മളത് ഓരോ കുഞ്ഞു കുഞ്ഞു ചരുവങ്ങളിലാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേദിക്കാറാവുമ്പോൾ അതിങ്ങനെ ഓരോ ഇലക്കകത്താക്കി എടുത്തു വെച്ച് നേദിക്കാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു. നേദിക്കാനുള്ള സ്ഥലത്ത് ചാണകം കൊണ്ട് തളിച്ച് മെഴുകിയിട്ട് ചേടിയൊക്കെ വരയ്ക്കണം. പിന്നെ മകേര നാളിൻ്റെ അന്ന് വൈകിട്ട് മംഗല്യ സ്ത്രീകളും കന്യാകുമാരിയും ഒക്കെ കുളിച്ചിട്ട് നല്ല കോടിയലക്കിയ സെറ്റൊക്കെ ഉടുത്ത് കൺമഷിയൊക്കെ എഴുതി ചാന്തും മഞ്ഞൾ അരച്ച് ചന്ദന കുറിയൊക്കെ തൊട്ടും പിന്നെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞുമൊക്കെ ഒരുങ്ങി വേണം നേദിക്കാനായിട്ടെന്ന. പിന്നെ ഇതുണ്ടല്ലോ താലിക്കൂട്ടം, അതുള്ളവർ അതുമൊക്കെ കെട്ടി വേണം എട്ടങ്ങാടി നേദിക്കാൻ. ഒരുക്കിയ തറയിൽ 5 തിരിയിട്ട നിലവിളക്കും കത്തിച്ച് പിന്നെ അഷ്ടമംഗല്യമൊക്കെ വെച്ചിട്ട് ആവണിപ്പലകയിൽ കിഴക്കോട്ട് ഇരുന്ന് വേണം നേദിക്കാൻ.
2 കിണ്ടിയിൽ വെള്ളം, പിന്നെ ചന്ദനം, പൂവ്, അക്ഷതം, ചാണകം ഇവയെല്ലാം എടുത്തു വച്ചേക്കണം. ആദ്യം തീർത്ഥം ഉണ്ടാക്കണം. അങ്ങനെ ഓരോരോ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഗണപതിക്ക്, വിഷ്ണുവിന്, ശിവന്, പാർവതിക്ക്, ഇത്ര ഈ 4 പേർക്കാണ് നമ്മൾ നേദിക്കുന്നത്. നേദ്യമെല്ലാം കഴിഞ്ഞ് നമ്മൾ 12 മണി ആവാറാകുന്നത് വരെ തിരുവാതിര കളിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ദശപുഷ്പങ്ങളെല്ലാം കൂടെ കെട്ടി, ഞാൻ പറഞ്ഞില്ലേ പാതിരാപ്പൂ ചൂടാൻ പോകുന്നെന്ന്, അങ്ങനെ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെ മാറ്റി, മിക്കവാറും തുളസിത്തറയിലായിരിക്കും വെക്കുന്നത്, അവിടെ കൊണ്ട് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ 12 മണിയാവുമ്പോഴത്തേക്ക് ഇത് എടുക്കാനായിട്ട്, ഈ ദശപുഷ്പം എടുക്കാനായിട്ട് പോകും. ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കയ്യോന്നി, മുക്കുറ്റി, തിരുതാളി, ചെറുമുള, പൂവാങ്കുരുന്ന്, വിഷ്ണുക്രാന്തി, കറുക, നിലമ്പന, ഉഴിഞ്ഞ, മുയൽച്ചെവിയൻ, ഇതൊക്കെയാണ് എന്നിട്ട് ദശപുഷ്പങ്ങൾ. ഇതെല്ലാം കൂടെ എരിക്കിൻ്റെ ഇലയ്ക്കകത്ത് കെട്ടിയിട്ട്, അങ്ങനെ കുറേ എണ്ണം വേണമല്ലോ, കാര്യം ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ എന്നിട്ട് ദൂഷനിലയ്ക്കകത്താക്കി ആണ് നമ്മൾ തുളസിത്തറയെ കൊണ്ട് വെക്കുന്നത്. എന്നിട്ട് സമയമാകുമ്പോൾ മംഗല്യ സ്ത്രീകളെ കയ്യിൽ, അതായത് നമ്മൾ അഷ്ടമംഗല്യവും ചങ്ങല വിളക്ക് പൂത്തിരുവാതിരക്കാരി എടുക്കും. എന്നിട്ട് കിണ്ടി വെള്ളം എടുത്തുകൊണ്ട് വേണം പൂ പറിക്കാൻ പോവാൻ. അവിടെ ചെന്നിട്ട് ഒരുക്കി കെട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്ന്, ഒന്നാവും കുന്നിന്മേൽ ഓരടി കുന്നിന്മേൽ ഒന്നല്ലോ കന്യക പാല നട്ടു എന്നും പറഞ്ഞിങ്ങനെ ഓരോ 1, 2 ഇങ്ങനെ പാലക്കയില വന്നു, പൂ വന്നു, കാവന്നു, പാലയ്ക്ക് നീർകൂടു, കാർകുഴലി എന്ന് പറയും. അങ്ങനെ ഓരോന്നും പറയുമ്പം ഈ പൂത്തിരുവാതിരക്കാരി നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ദശപുഷ്പത്തിലേക്ക് വെള്ളം ഒഴിക്കും. അങ്ങനെ എന്നിട്ട് അങ്ങനെ പാട്ടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം തിരികെ അതും എടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് വിളക്കിൻ്റെ മുമ്പിൽ കിഴക്കോട്ടിരുന്ന് എല്ലാവരും ദശപുഷ്പം ചൂടും. അതാണ് പാതിരാപ്പൂ ചൂടലെന്ന് പറയുന്നത്. പിന്നെ ദശപുഷ്പം കൂടാതെ കൊച്ചുകുട്ടികളല്ലാതെ വലിയവർക്കുള്ള മംഗല്യ സ്ത്രീകൾക്ക് എല്ലാവർക്കും അതിനകത്ത് പൂക്കലയും കൂടെ വെക്കും. നമ്മളെ കന്യകമാരായിട്ടുള്ള കുഞ്ഞു പിള്ളേർക്ക് പൂക്കല വെക്കത്തില്ല, അല്ലാതെ വലിയവർക്കൊക്കെ പൂക്കലയും കൂടെ വെച്ചിട്ട് എല്ലാവരുടെയും കൈ നേരത്തെ കൊടുത്തേക്കും. എന്നിട്ട് നമ്മൾ ഈ എടുത്തുകൊണ്ട് വരുന്നത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോ അതിന് വേണ്ടിയുള്ള പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ദേവതമാരെ ധ്യാനിച്ചുകൊണ്ടുള്ള പാട്ടുണ്ട്, അതെല്ലാം പാടിയിട്ട് അങ്ങനെ നമ്മൾ ശിരസിൽ ചൂടുന്നത്. അപ്പോൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും 2 എണ്ണം കൊടുക്കും. എന്തിനാണെന്നറിയാവോ? ഒന്ന് നമ്മുടെ ഭർത്താക്കന്മാരെ ചൂടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് പൂത്തിരുവാതിരക്കാരിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോയാണ് ഇന്ന് നമുക്ക് ഇതെല്ലാം ഇതിനകത്ത് കാണാം. ഞാൻ ആദ്യമേ ഇങ്ങനെ അങ്ങ് പറയുന്നത്, ഇനി അങ്ങോട്ട് പോകുമ്പം നിങ്ങളത് ശ്രദ്ധിക്കാനും അത് മനസ്സിലാക്കി കാണാനും വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ വിശദമായിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഇവിടെ നേദ്യം നടന്നുകൊണ്ടിരിക്കുക. പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതുകൊണ്ടാണ് കുറേ സമയം പിടിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, തന്നെത്താനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് പോകും. ഇത് 5 പേർക്ക് കൂടെ ആകുമ്പം ചേച്ചി എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു തന്ന് എല്ലാവരെയും കൊണ്ടും ചെയ്യിച്ച് ഇരിക്കുന്നതുകൊണ്ട് കുറേ സമയമായി. ഇപ്പം ഒരാൾ തന്നെ അതുകൊണ്ട് ഈ 5 പേർക്ക് വെച്ചത്. അപ്പോൾ ഒരാളിരുന്ന് പറഞ്ഞ് 5 പേർക്കൊരു സമയം ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും നേദിച്ചു. അങ്ങനെ പാതിരാപ്പൂ ചൂടിയതിന് ശേഷം വീണ്ടും ഗണപതി, സരസ്വതി, മംഗലവാതിര തുടങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ പാടും. പിന്നെ നേരം വെളുക്കുമ്പോഴേക്ക് സന്താനഗോപാലം, പൂതനാമോഷം, ഇങ്ങനത്തെ കുറച്ച് പാട്ടുകളുണ്ട്, അവയെല്ലാം പാടണം. പിന്നെ പൂ പറിക്കാൻ പൂ എടുക്കാൻ പോകുന്നതിന് മുൻപ് പൂപ്പാട്ടെന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. നമ്മൾ 2 സൈഡിലും ഇങ്ങനെ സ്ത്രീകൾ കൈകോർത്ത് നിന്ന് കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ട് ഉള്ള പൂപ്പാട്ടൊക്കെ ഉണ്ട്. അത് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ച് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്, വേറെ സ്റ്റെപ്പൊക്കെയുള്ള കുറച്ച് വീഡിയോകളുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഒന്നിച്ച് ചെയ്യാം. കാരണം ഇതിനകത്തിപ്പം ഞാൻ നേദിക്കുന്നതും തിരുവാതിര, പാതിരാപ്പൂ ചൂടൽ, ഇത് 3 കാര്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോത്തില്ലേ. നമ്മുടെ ദേവനും മാളും കണ്ണനും നന്ദക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, അവർക്ക് അവിടെ വേറൊരു തിരുവാതിര അവരങ്ങ് ആഘോഷിച്ചു. കണ്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും നേദ്യമൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നേദിച്ച് കഴിഞ്ഞ് നമ്മൾ തിരുവാതിര കളിയിലേക്ക് കടക്കുവാണ്.
അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറയുക, ഇത്രയും നല്ലതായിട്ട് ഇത്രയും നാൾ ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു, ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഈ 3 മണി വരെയൊന്നും തുടർച്ചയായിട്ട് തിരുവാതിര കളിച്ചിട്ടേ ഇല്ലെന്ന്. അപ്പോൾ അതിന് നല്ലൊരു അവസരം ഉണ്ടാക്കി തന്ന പിന്നെ സ്നേഹയ്ക്കും അനന്തുവിനും പിന്നെ ഈശ്വരൻ ചേട്ടനും ശാന്ത ചേച്ചിക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കാര്യം അവരിങ്ങനെയൊക്കെ നടത്തണം എന്ന് വിചാരിച്ചതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിങ്ങനെ കൂടാനുള്ളൊരവസരം കിട്ടിയത്. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായവും കൂടെ പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ തിരുവാതിര കളി തുടങ്ങും. പല കൊതിച്ചിടുന്നു പെരുകിന പരിതവതിനായി പെരുകിന പരിതവേ പാർവതിഗിരികന്യകെ പത്തനത്തിലെ പോവതിന് മതിലകത്താശ പുണ്ടു മതിലകത്താശ പുണ്ടു പലരും ഗിരീശന്റെ പാദം
പങ്കജക്ഷി പാർവതിയും തിരുപ്പുത്തു നീരാട്ടിന പങ്കജക്ഷി പാർവതിയും തിരുപ്പുത്തു നീരാട്ടിനായ അച്ചിമാർദാലം പോലി വിളക്കുമായി അച്ചിമാർദാലം പോലി വിളക്കുമായി പരിചോടെ മിത്രപ്പുഴ കടവിലേക്കിരുന്നു പരിചോടെ മിത്രപ്പുഴ കടവിലേക്കിരുന്നു ഉടനുടനാട്ടങ്ങു കഴിച്ചും കൊണ്ട് ഉടനുടനാട്ടങ്ങു കഴിച്ചും കൊണ്ട് അടിമിറ്റം ഭട്ട തിരി തിണ്ട മഴി ചെവിത്ത അടിമിറ്റം ഭട്ട തിരി മഴി തിരുനെറ്റിലണിയിച്ചു തിരുനെറ്റിലണിയിപ്പിച്ചു തിരുനെറ്റിലണിയിപ്പിച്ചു കൊട്ടും കുഴൽ കുരവയും പോലെ വാദ്യഘോഷങ്ങൾ പഴന്നുറുക്കും പാലം ചേമ്പുചേന കിഴങ്ങു പഴം നുറുക്കും പാലം വെറ്റില കരിക്കു പാക്ക എന്നിവയൊരുക്കി വെറ്റില എന്നിവയൊരുക്കി പാർവതി കാന്തനെ പൂജ ഭക്തിയോടെ ചെയ്തു പാർവതി കാന്തനെ പൂജ ഭക്തിയോടെ ചെയ്തു പാർവതി കാന്തനെ സേവിച്ചങ്കനമാരെല്ലാം പാർവതി കാന്തനെ സേവിച്ചങ്കനമാരെല്ലാം ഇഷ്ടമോടെ അഷ്ടി കഴിച്ചങ്കനമാരെല്ലാം ഇഷ്ടമോടെ അഷ്ടി കഴിച്ചങ്കനമാരെല്ലാം ലക്ഷ്മണൻ കാന്തനെ നീ രക്ഷിച്ചിടവേണം രാഘവനിലേതും ഒരു ഭീതി കൂടാതെ രാഘവനീരേതും ഒരു ഭീതി കൂടാതെ വേഗമൊടിഞ്ഞാഗമിക്കാമെന്നുറച്ചവനും വേഗമൊടിഞ്ഞാഗമിക്കാമെന്നുറച്ചവനും എന്നതു കേട്ടു ഭാവത്തോടെ എന്നതു കേട്ടു ആദിയാകും കറുകയ്ക്കോർക്കുമ്പോൾ ആദിത്യനല്ലോ ദേവത ആദിവ്യാധികളാകവേ ആദരാലിതു ചുടുകിൽ യമധമ
തിരിച്ച് കിഴക്കോട്ട് നീ ഇപ്പുറത്ത് വന്നിട്ട് കിഴപ്പസ് വന്നു. ഇനി എല്ലാവർക്കും കൊടുക്കണ്ടേ നമ്മളെ ഇറങ്ങിയാ ഇല്ലല്ലോ ഒരു മാറത്തില്ല. ഇല്ലേ ഓക്കെ എനിക്ക് എവിടെ വെക്കാനോ ആ ദശപുഷ്പം ഒന്ന് കാണിച്ച് ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ. ആ അടിപൊളി. ദേവദേവാ വമ്പിച്ച ബ്രഹ്മാവു തന്നെയല്ലോ, ബ്രഹ്മാവു തന്നെയല്ലോ. ബാലശശിമോഹി ശ്രീ ഭഗവതി അഞ്ചാകും കയ്യോ നിപ്പുവതിന് പഞ്ചബാണാരി മഹാശിവൻ താൻ ആറാകും മുക്കൂറ്റിപ്പുവതിന് പാർവതി ദേവി ഭഗവതിയും ഏഴാകും നല്ലൊരുഴിഞ്ഞോർത്താൽ അമ്പോടെ കേട്ടാലും ഇന്ദ്രൻ താനും എട്ടാകും നല്ല നീലമ്പനയ്ക്ക്
കിട്ടിയില്ലയോ നല്ല കാമദേവൻ. ഒൻപതാം ചൂഴി പൂവതിന് ആഴിപതിയാം വരുണൻ താനും. പത്തിത്തിരുതാളി പൂവതിന് മൂർത്തിമാനച്യൂതനുണ്ണി കൃഷ്ണൻ. ആദി തുടങ്ങി ക്രമത്തിൽ വെച്ചിട്ട് ആദരവോടൊരു മാല കെട്ടി. ആദികൾ വ്യാധികളൊക്കെ നീങ്ങാൻ ആവോളം മന്ത്രജപം കഴിച്ചു. ആമോദത്തോടെ കുരവയിട്ടു. പൂചൂടി മംഗല്യ സ്ത്രീകൾക്കു മംഗല്യം വരാൻ. ഭംഗിയാലതരാലൊത്തുകൂടി പന്തടി പാട്ടുകൾ വേറെ പാടി. ചന്തത്തിൽ നിന്നു കുരവയിട്ടു. സന്തതിയോടും സുഗന്ധനോടും തലേല अच्छा ഒത്തിരി പുറകോട്ടായി. രൂപിണി സരസ്വതി നമോ. അക്ഷമാല കയ്യിലേന്തുമീശ്വരി നമോ. അക്ഷര പ്രഭാതകാളിയോടു സാഹിതി
അക്ഷരപ്രഭാതകാരിയോടു സാഹിതി രക്ഷ നൽകിടേണമേ നിരാമയേ നമോ രക്ഷ നൽകിടേണമേ നിരാമയേ നമോ രാത്രിവാസിനി വിലാസിനി നമോ തുടുതൂടെ നല്ല കദളിപ്പഴം തുമ്പിക്കൈയൊക്കെ നിരത്തി വെച്ചു തെരുതേരെ വാരിയ മൃദു ചെയ്തു പള്ളിൽ ഗണപതി ഗണപതിയല്ലേ ചൊല്ലി തുടങ്ങി ഗണപതിയാ ചൊല്ലി തുടങ്ങിയ പക്ഷെ ചെവി രണ്ടും പോലെ വന്നിടട്ടെ എത്തി വനത്തിങ്കൽ പോലെ വന്നിടട്ടെ എത്തി വനത്തിങ്കൽ ശോഭരൻ രാവണനും വിഷം കൊണ്ട് ആറ്റിനടുവിലരയാനും കൊമ്പത്ത് ആറ്റിനടുവിലരയാനും കൊമ്പത്ത് ആനന്ദത്തോടെ രാജകുമാരിയുടെ കാരി പോയി കൃഷ്ണേ വംശജാതനായ കൃഷ്ണനു മങ്ങെഴുന്നള്ളി തണിഞ്ഞു മംഗമാരെല്ലാം ഉപദാനം നൃപദാനം പറഞ്ഞിടണം ഉപദാനം നൃപദാനം പറഞ്ഞിടണം ഇത്തരങ്ങൾ പറകയും കൂടെടുത്തു കൂട്ടുകയും ഇത്തരങ്ങൾ പറകയും കൂടെടുത്തു നാട്ടുകയും വെട്ടുവാനായി തുടങ്ങുമ്പോൾ വെട്ടിയിടുകയും
കെട്ടഴിഞ്ഞു നിലത്തു വീണു നിലമാല കെട്ടഴിഞ്ഞു നിലത്തു വീണു കഴിഞ്ഞു കോഴി കൂവുന്നതും കേട്ടു കഴിഞ്ഞു കോഴി കൂവുന്നതും കേട്ടു ഇനിയുള്ള കളി ശേഷം നാളെ ആകട്ടെ ഇനിയുള്ള കളി ശേഷം നാളെ ആകട്ടെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടു കൈപിടിച്ചു കടച്ചു ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് കൈപിടിച്ചു കടച്ചു ചിത്രമായ കൽപ്പത്തിൽ ചായിച്ചു കൃഷ്ണൻ ചായിച്ചു കൃഷ്ണൻ പങ്കജൻ കടൽ കർണൻ അപ്പോൾ അങ്ങനെ വെളുപ്പിനെ 3 മണിയായി. ഞങ്ങൾ നല്ല സന്തോഷത്തോടെ നല്ല നിറഞ്ഞ മനസ്സോടുകൂടി നല്ല ഒരു തിരുവാതിര ആഘോഷം പാതിരാപ്പൂ ചൂടലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 3 മണിയായപ്പോഴത്തേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇനി ഇതിൻ്റെ കുറേ വീഡിയോകൾ കൊണ്ടുണ്ട്. അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും ബൈ ബൈ.